ഹലോ ഗെയ്സ്, എല്ലാവർക്കും സുഖമാണല്ലോ. എന്തൊക്കെയുണ്ട് വിശേഷം? ഞാനിന്നിവിടെ ഒരു മുട്ടക്കറി ഉണ്ടാക്കിൻ്റെ വീഡിയോ ഇട്ടാട്ടോ. ഇങ്ങനെയൊക്കെ ഒന്ന് മുട്ടക്കറി ഉണ്ടാക്കി നോക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. തേങ്ങാപ്പാലിലാട്ടോ ഉണ്ടാക്കിയത്. നിങ്ങളിങ്ങനെ തേങ്ങാപ്പാലിൽ മുട്ടക്കറി ഉണ്ടാക്കിയാലേ പിന്നെ അപ്പത്തിൻ്റെ കൂടിയും പിന്നെ പൊറാട്ടൻ്റെ കൂടിയും ഒക്കെ കഴിക്കാൻ പറ്റും കേട്ടോ. രാവിലെ നിങ്ങൾ ദോശൻ്റെ കൂടെ കഴിക്കാം, ചപ്പാത്തിയുടെ കൂടെ കഴിക്കാം. അടിപൊളിയാണ് കേട്ടോ, നല്ല ടേസ്റ്റാണ്. എന്നാൽ നമുക്ക് ഉണ്ടാക്കാൻ നോക്കിയാലോ. അതിനായിട്ട് നമുക്ക് ഒരു തേങ്ങ ചിരണ്ടിയിട്ട് അതിൻ്റെ പാലെടുക്കാം കേട്ടോ. തേങ്ങാപ്പാൽ നല്ലോണം വേണം കേട്ടോ. ഒരു തേങ്ങൻ്റെ പാലാണ് ഞാൻ എടുത്തിട്ട് അതൊക്കെ നന്നായി മിക്സിയിലടിച്ച് അതിൻ്റെ പാലെടുക്കാം. നമുക്ക് ഇതിലേക്ക് ചെറിയുള്ളി, ഇഞ്ചി, പച്ചമുളക്, വലിയ ജീരകം, ഇതൊക്കെ നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിലിട്ട് കൊടുത്തിട്ടേ ഒന്ന് ചതച്ചെടുക്കാം കേട്ടോ. ഈ കുറച്ച് വലിയ ജീരകം ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതൊക്കെ ഒന്ന് ചതച്ചെടുത്തിട്ടേ നമുക്ക് തേങ്ങാപ്പാലൊക്കെ ഒന്ന് അരിച്ചെടുക്കാം, ഇത് ചതച്ചെടുക്കാം. അങ്ങനെ ഗൈസ്, ഈ വീഡിയോ ഇഷ്ടമായാൽ എൻ്റെ ചാനലൊന്ന് ഫോളോ ചെയ്യണേ, ആ ബെല്ലൈക്കനൊക്കെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ, എല്ലാ കൂട്ടുകാർക്കും ഷെയർ ചെയ്യണേ, സ്കിപ്പ് ചെയ്യാതെ കാണണേ കേട്ടോ. ഇഷ്ടപ്പെട്ടാൽ മാത്രം ലൈക്ക് ചെയ്യൂ, സബ് ചെയ്യൂ, സപ്പോർട്ട് ചെയ്യൂ. അങ്ങനെ നമ്മളെ ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, വലിയ ജീരകം ഇതൊക്കെ നന്നായി ചതച്ചിട്ടോ. ഇതൊക്കെ ചതച്ചിട്ട് നമുക്ക് അരവ് മാറ്റി വെക്കാം. ആദ്യം എടുക്കേണ്ട കാര്യങ്ങളാണ് തേങ്ങാപ്പാൽ ഉണ്ടാക്കി വെക്കുക, ഈ അരവ് ഉണ്ടാക്കി വെക്കുക. ഇനി നമുക്കൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടേ 2-3 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇതൊക്കെ ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. ഞാനൊരു 2 സവാള നന്നായി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ചെറുതായിട്ട്. ഇതിക്ക് തക്കാളി ഒന്നും ചേർക്കണില്ല കേട്ടോ, സവാള മാത്രമേ ചേർക്കണുള്ളൂ. നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഇത്. കുറുന്നനായിട്ടേ അധികം ചാറൊന്നും ഉണ്ടാവില്ല, നല്ലൊരു ടേസ്റ്റ്. ഞങ്ങൾ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി നോക്കി, ഞാൻ ഉണ്ടാക്കി നോക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ ഒന്ന് വീഡിയോ എടുത്താൽ കേട്ടോ. അങ്ങനെ നമ്മൾ സവാളയൊക്കെ ഒന്ന് നന്നായി വഴന്ന് വരട്ടെ. എന്നിട്ട് നമുക്ക് ബാക്കിയുള്ള ചേരുവകളൊക്കെ ചേർത്ത് കൊടുക്കാം. നമ്മളെ സവാളയൊക്കെ നന്നായി വഴന്ന് ഇളം ബ്രൗൺ കളറിൽ വന്നിട്ടുണ്ട് കേട്ടോ. നമുക്ക് ആ ചതവുകളൊക്കെ ഇട്ട് കൊടുക്കട്ടോ. അതൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഒന്നിങ്ങനെ ഇളക്കി അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് പോട്ടോ. ഇനി വെളിച്ചെണ്ണ കുറവാണെങ്കിൽ കുറച്ച് ഒഴിച്ച് കൊടുത്തോളി. അത്യാവശ്യം വെളിച്ചെണ്ണ ഒഴിച്ചുണ്ടാക്കുമ്പോഴാട്ടോ നല്ല ടേസ്റ്റ്. ഈ അരവുകളൊക്കെ നല്ലോണം വാടി വരണം. ചെറിയ വെളിച്ചെണ്ണ വേണമെങ്കിൽ അങ്ങനെ ഒഴിച്ചാലും കുഴപ്പമില്ല. അങ്ങനെ ഗെയ്സ്, വെളിച്ചെണ്ണയിൽ തന്നെ ഉണ്ടാക്കാൻ നോക്കണം കേട്ടോ. വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുമ്പോൾ നല്ലൊരു മണമാണ്. അങ്ങനെ നമ്മൾ സവാളയൊക്കെ വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് 1 ടീസ്പൂൺ മുളക് പൊടി, 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടീസ്പൂൺ കാശ്മീരി ചില്ലി ഇതൊക്കെ എടുത്തിട്ടേ നമുക്ക് ഇട്ട് കൊടുക്കട്ടോ. എന്നിട്ട് നമ്മളെ മസാലകളൊക്കെ ഒന്ന് നന്നായി വഴന്ന് വന്നിട്ടേ അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് പോയി ഒന്ന് വഴന്ന് വരുമ്പോൾ നമുക്ക് തേങ്ങാപ്പാൽ ഇട്ട് കൊടുക്കാം. കുറച്ച് വേപ്പിൻ്റെ ഇലയും മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കണം. ഫ്ലെയിമൊക്കെ നല്ലോണം ചെറുതായിക്കൊണ്ടല്ലേ കരിഞ്ഞു പോകും. അങ്ങനെ മസാലയൊക്കെ നല്ലോണം വന്ന് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കട്ടോ. മസാലയൊക്കെ ഒന്ന് കരിയാണ്, അപ്പോൾ എണ്ണ കുറവാണ്. അപ്പോൾ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടോ. ഇനി കുറച്ച് 2 മല്ലിയിലയും 2 വേപ്പിനിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതൊക്കെ ഒന്ന് വഴന്ന് വന്നിട്ടേ നമ്മൾ തയ്യാറാക്കി വെച്ച തേങ്ങാപ്പാലുണ്ടല്ലോ അത് ഒഴിച്ച് കൊടുക്കാം. അങ്ങനെ നമ്മൾ തേങ്ങാപ്പാലൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്, അത് ഒഴിച്ച് കൊടുക്കട്ടോ. ഈ തേങ്ങാപ്പാലൊന്ന് ഒഴിച്ചു കൊടുത്താൽ പിന്നെ നമ്മൾ ഫ്ലെയിം നല്ലോണം കൂട്ടിയിട്ട് അത് തിളക്കോളം ഒന്ന് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ പിരിഞ്ഞു പോകുള്ളൂ. അത് തിളച്ച് വരുവോളം നമ്മൾ പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക. അതായത് തിളച്ച് വരുവോളം നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം. നല്ലോണം ഫ്ലെയിമിന് കൂട്ടിയാൽ മതി. തള വന്നാൽ പിന്നെ ഇളക്കൽ നിർത്തട്ടോ. ഞാൻ ഓൾറെഡി മുട്ട പീങ്ങിക്കല്ല കേട്ടോ, മുട്ട ഇങ്ങനെ കുത്തി ഒഴിക്കുകയാണ്, പീങ്ങിങ്ങാണ്ടല്ല ഉണ്ടാക്കണത്. അപ്പോൾ അതിൻ്റെ നല്ലോണം മസാലയൊക്കെ പിടിച്ചിട്ട് ആ മുട്ട നല്ലൊരു ടേസ്റ്റാട്ടോ. പ്രത്യേക ടേസ്റ്റാണ്. നിങ്ങൾ ഇങ്ങനെയൊക്കെ ഒന്ന് മുട്ടക്കറി ഉണ്ടാക്കും. ഒരു കോഴിക്കറി ഞങ്ങൾക്ക് എത്തില്ല. അങ്ങനെ ഗെയ്സ്, നമ്മുടെ
മുട്ടക്കറിയൊക്കെ നന്നായി തിളച്ച് വന്നിട്ടോ. ഇനി നമുക്ക് മുട്ട ഒന്ന് പൊട്ടിച്ച് വയ്ക്കാം. മുട്ട ഇങ്ങനെ പൊട്ടിച്ച് വെച്ചിട്ടേ നല്ല തിളച്ച് വന്ന് ഈ കൊഴിച്ച് ഇളക്കാതെ ഒരു 5 മിനിറ്റ് നേരം നല്ലോണം വേകട്ടെ. അങ്ങനെ കടന്ന് നല്ലോണം വെന്തിട്ട് അപ്പോൾ ഇത് കലങ്ങൂല, മുട്ടൻ്റെ അതേ രൂപത്തിൽ കിട്ടും കേട്ടോ. ഇനി ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടേ നമുക്കേ നല്ലോണം തിളച്ച് വന്നിട്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് ഒരു കയ്യിലുകൊണ്ട് നമുക്കൊക്കെ ഒന്ന് മറിച്ചിടാം. അപ്പോൾ ആ മുട്ടൻ്റെ ആ മസാലയൊക്കെ ഒന്ന് പിടിച്ചിട്ടേ നല്ലൊരു ടേസ്റ്റാട്ടോ. നിങ്ങളിങ്ങനെയൊക്കെ ഉണ്ടാക്കാറുണ്ടോ? അങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഫീഡ്ബാക്ക് അറിയിക്കൊണ്ടു, ഷെയർ ചെയ്യോണ്ടു, സ്കിപ്പ് ചെയ്യാതെ കാണുകൊണ്ടു എല്ലാവരും. അങ്ങനെ നമ്മൾ ചെറിയ തീയൊക്കെ ഫ്ലെയിമൊക്കെ ചെറുതാക്കി വെക്കണം കേട്ടോ. മുട്ടയൊക്കെ ഒന്ന് വെന്ത് കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ചെറുതാക്കി ഒരു 10 മിനിറ്റ് വരെ എണ്ണയൊക്കെ പിരിഞ്ഞു കഴിഞ്ഞിട്ട് നമുക്കേ ഒരു കയ്യിലുകൊണ്ടൊക്കെ ഒന്ന് മറിച്ചിടാം. മുട്ട ഓരോന്നോരോന്ന് മറിച്ചിടട്ടോ. മുട്ട ഒന്നും ഉടഞ്ഞു പോയിട്ടില്ല, അതേപോലെ കിട്ടും കേട്ടോ. ഇതിന് മസാലയൊക്കെ അതിൽ നല്ലോണം പിടിച്ചിട്ടുണ്ടാകും. നമ്മൾ പീങ്ങിടുന്ന പോലെയല്ല എങ്ങനെ ഉണ്ടാക്കുമ്പോൾ. പിന്നെ അതിൻ്റെ ആ അരവിൽ നല്ല മുട്ടൻ്റെ ടേസ്റ്റും ഒക്കെ വന്നിട്ടുണ്ടാവും. നല്ലൊരു ടേസ്റ്റാണ് അല്ലേ. ഒക്കെ വെന്ത് റെഡി ആയിട്ടുണ്ട്. അങ്ങനെ വീഡിയോ ഒക്കെ ഇഷ്ടമായ ലൈക്ക് ചെയ്യണേ, സബ് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ. അടുത്തൊരു വീഡിയോയുമായി കാണാം നമുക്ക് അല്ലേ. ഉഷാറായി വന്നിട്ടുണ്ട്. കാണാനും നല്ലതാണ്, കഴിക്കാനും നല്ലതാണ്. നിങ്ങൾ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കിയിട്ടൊന്ന് ഫീഡ്ബാക്ക് അറിയിക്കൊണ്ടു. മുട്ട ഉണ്ടല്ലേ, മുട്ടയൊന്നും ഉടഞ്ഞിട്ട് തന്നെ അല്ല അല്ലേ, അടിപൊളിയായി വന്നിട്ടുണ്ട്. ഉഷാറായിട്ടുണ്ട്. ചപ്പാത്തിയുടെ കൂടെ പൊറാട്ടൻ്റെ കൂടെയൊക്കെ രാവിലെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കി. നല്ല ഇറച്ചിക്കറി അപ്പുറത്ത് മാറി നിൽക്കും, അത്ര ടേസ്റ്റാണ്. എന്നാൽ എല്ലാവരും ഈ വീഡിയോ കണ്ട് ലൈക്ക് ചെയ്യൂ, സബ് ചെയ്യൂ, സപ്പോർട്ട് ചെയ്യൂ.